ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡോറ് തുറക്കണം. വാതിൽ വീണ്ടും മുട്ടയിട്ടതും ആളൊന്ന് ആലോചിച്ചു. ശേഷം രണ്ടും കൽപ്പിച്ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആളുടെ ഉള്ളിലൂടെ ഒരു തണുപ്പുടർന്നു. അപ്പച്ചി. അവൾ ആശ്വാസത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചതും അവരുടെ നെറ്റി ചുളിഞ്ഞു. മോളെന്താ വല്ലാണ്ടിരിക്കുന്നത്? മോൾക്ക് ഇത് എന്ത് പറ്റി? അവർ സംശയത്തോടെ ചോദിച്ചു. അതപ്പച്ചി ഞാൻ രാജി. അവളെന്തോ പറയാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ശ്രീദേവിയുടെ ശബ്ദം കേട്ട് അവരിരുവരും തിരിഞ്ഞു നോക്കി. എന്താ എടുത്തി? അവരെ കണ്ടതും രാജേശ്വരി തിരിഞ്ഞെന്ന് ചോദിച്ചു. നിന്നെ ഏട്ടൻ വിളിക്കുന്നു, ഇങ്ങോട്ടൊന്ന് വന്നേ. അവർ തനുവിനെ നോക്കിയ ശേഷം രാജേശ്വരിയെ വിളിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു. അവർ പോകുന്നു നോക്കുന്ന തനു ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടലോടെ പിന്നിലേക്ക് ആഞ്ഞു. തന്റെ മുന്നിൽ രൂക്ഷമായ ഭാവത്തോടെ കയ്യും കെട്ടി നിൽക്കുന്ന ദേവനെ ഒന്ന് പതിയെ നോക്കിയ ശേഷം ആളവന് മറികടന്നുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്നാൽ ആ നിമിഷം തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. എന്തീ കാണിക്കുന്നു? എന്നെ വിടാണ്ട് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വിടറോ? സ്റ്റെപ്പ് കയറി മുകളിലെത്തിയതും അവൻ ചുറ്റിനും നോക്കിയ ശേഷം അവളെ തൂക്കിയെടുത്തുകൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. നിങ്ങൾ എന്തീ കാണിക്കുന്നു? വാതിലുറക്ക്. മനസ്സിൽ നല്ല പേടിയുണ്ടെങ്കിലും ആളത് പുറമേ കാണിക്കാതെ അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അടങ്ങിടി അവിടെ. നീ കുറച്ചു മുന്നേ എന്തൊക്കെയോ പ്രസംഗിക്കുന്ന കേട്ടല്ലോ. നിന്റെ അനുവാദമില്ലാതെ നിന്റെ ദേഹത്തെങ്ങാനും തൊട്ട് എന്നെ കൊല്ലുമെന്നോ തിന്നുവെന്നോ അങ്ങനെ എന്തൊക്കെയോ. എന്നാ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം ഞാനും വിചാരിച്ചു. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു. അവളൊരല്പം ഭയത്തോടെ അവനെ നോക്കി. നീ പറഞ്ഞുള്ള മറുപടി വേണ്ട നിനക്ക്? അവനവളുടെ മുന്നിലേക്ക് ഓരോ ചൂടുകളായി വെച്ചുകൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അവന്റെ ആ ഭാവത്തിൽ അവളൊന്നും പതിരെങ്കിലും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. കാരണം ഇനിയും തോറ്റുപോയാൽ അവന് മുന്നിൽ എന്നേക്കുമായി താൻ അടിയറവ് പറയേണ്ടി വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ഒരു നിമിഷം അവനെ രൂക്ഷമായി നോക്കി നിന്നു. എന്നെ ദേഹത്തെങ്ങാനും തൊട്ട ഞാൻ ഉറപ്പായിട്ടും തല്ലും. അവൾ അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പതർച്ചയോടെ പറഞ്ഞതും അവൻ അവളുടെ അരികിലേക്ക് എത്തിയിരുന്നു. എന്നാ ഒന്ന് കാണല്ലോ, നീ ഒന്ന് തല്ലി നോക്കിയേ. അവൻ അവൾ ചൂണ്ടിയ വിരൽ പിടിച്ചു മടക്കി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പതറി. അവന്റെ ഉറച്ച നെഞ്ചിൽ അവളുടെ മൃദുലമായ മാറിടം അമർന്നു. അവളുടെ കണ്ണുകൾ പിടഞ്ഞു, ചുണ്ടുകൾ വിറകൊണ്ടു. ഒമി നീരിറക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി. അവളുടെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവന്റെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി തെളിഞ്ഞു. കണ്ടോ, ഇത്രയേ ഉള്ളൂ നീ. ഞാനൊന്ന് തൊടുമ്പോഴേക്ക് അവിടെ തീരും നിന്റെ ഈ ശൗര്യം. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വല്ലാത്ത വേദന തോന്നി അവൾക്ക്. അതോടൊപ്പം ഓരോ തവണയും തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവനോട് തീർത്താൽ തീരാത്ത ദേഷ്യവും. അവളൊന്ന് കുതിരിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. വെറുതെ ബലം പിടിക്കേണ്ടത് അനുശ്രീ. അത്രയും പെട്ടെന്ന് നിന്നിൽ നിന്നൊരു മോചനം നിനക്ക് സാധ്യമല്ല. അവൻ അവളുടെ കഴുത്തിലേക്ക് മാത്രം മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് ഏങ്ങിപ്പോയി. തൊട്ടടുത്ത നിമിഷം അവൻ അവിടെ തന്നെ നാവ് കൊണ്ട് നുഴിഞ്ഞു. പതിയെ അവിടെ കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങി. അവളുടെ ഇരു കൈകളും പിന്നിലേക്ക് തിരിച്ചു പിടിച്ചിരുന്നുകൊണ്ട് തന്നെ അവൾക്കൊന്നും അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. നിസ്സായതയിലും വേദനയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്നലെ എന്റെ തലയടിച്ചു പൊട്ടിച്ചതിനും ഇന്ന് എന്റെ മുഖത്ത് നോക്കി കുറെ ഡയലോഗ് അടിച്ചതിനൊക്കെയുള്ള ശിക്ഷ തരണ്ടേ? അവനവിടെ കാതോരം മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പേടിയോടെ അവനെ നോക്കി. നിമിഷ നേരം കൊണ്ട് അവന്റെ കൈ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അമർന്നു. പതിയെ, എന്നാൽ അവളെ വേദനിപ്പിക്കും വിധം അവനവിടെ ഒന്ന് അമർത്തി പിടിച്ചു. അവളിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് വന്നു. അവൻ വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദന തോന്നിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നെന്ന കാര്യം നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവള് വേദനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവനവളെ ചോദ്യം ചെയ്തു. അവൾ നിസ്സായതയോടെ അവനെ നോക്കിയതും അത്രയും സമയം ശാന്തമായി നിന്ന് അവന്റെ മുഖം വന്യമാവാൻ തുടങ്ങി. പറയൂ, നീ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്ന്? ശാന്തമായ സ്വരമായിരുന്നെങ്കിലും അവന്റെ മുഖത്തെ വന്യത അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അത് ഞാൻ. അവന്റെ ചോദ്യത്തിൽ അവൾ വല്ലാതെ പതറിപ്പോയി. പറയടി, എന്തിനാ നീ ഇങ്ങോട്ട് വന്നെന്ന്? അവന്റെ അലർച്ചയിൽ അവൾ വല്ലാതെ ഭയപ്പെട്ടു. ഈ നിമിഷം എങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു ചിന്ത മാത്രമേ ആ സമയം അവളിൽ ഉടലെടുത്തുള്ളൂ. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നറിയാനായി അവൾ ചുറ്റിനും നോക്കി. ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്ന കേളിംഗ് ചീപ്പിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. അതൊന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്നാൽ അവളുടെ പ്രാർത്ഥനയെ വിഫലമാക്കിക്കൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ മുറുകെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഇപ്പോൾ അവളുടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് അമർന്നു നിന്നു. ആ നിമിഷം ഒരു അവസരം കിട്ടിയതുപോലെ മറ്റൊന്നും ആലോചിക്കാതെ അവൾ എന്നെ നെഞ്ചിൽ പല്ലുകൾ അഴുത്തിക്കൊണ്ട് അമർത്തി കടിച്ചു. അവന്റെ കൈയൊന്ന് അയഞ്ഞതും ഞൊടിയിടയിൽ അവൾ അവനിൽ നിന്ന് അകന്നു മാറി ടേബിളിൽ നിന്ന് കേളിംഗ് ചീപ്പെടുത്ത് അവന്റെ കയ്യിൽ ആഞ്ഞടിച്ചു.
വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളുടെ നേരെ ചീറി. ഞാൻ തന്നോട് 2 തവണ പറഞ്ഞു, മേലിൽ എന്റെ അനുവാദം കൂടാതെ എന്റെ ദേഹത്തോടിയോ എന്റെ ദേഹം നോക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന്. എന്റെ ശരീരം കല്ലുകൊണ്ടുണ്ടാക്കിയൊന്നല്ല വേദനിക്കാതിരിക്കാൻ. തന്റെ ദേഹം നോവുന്ന പോലെ തന്നെയാ എന്റെ ദേഹവും നോവുന്നു. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാ, ഇനി ആവശ്യമില്ല നിങ്ങൾ എന്റെ ശരീരം നോവിച്ചാ ഞാൻ മേലും കീഴും നോക്കില്ല. ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയ ദിവസം മുതൽ നിങ്ങളോട് ചെയ്ത എല്ലാ ക്രൂരതകളും ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കും. അവൾ അവനെ നോക്കി പറഞ്ഞതും അവന്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. നീ ചെന്ന് ആരോട് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കടി, അവരൊക്കെ അത് വിശ്വസിച്ചിട്ട് വേണ്ടേ? അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാടി നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയൊക്കെ തനി സ്വഭാവം. അതുകൊണ്ട് അത് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ നീ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ആലോചിച്ച്. എന്താണെന്നോ? അവൻ ചോദിച്ചു. അവൾ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. കപട സ്നേഹം കാണിച്ച് നീ എന്റെ അപ്പച്ചിയെ മയക്കിയെടുത്ത് നിന്റെ കൈവെള്ളയിൽ വെച്ചിരിക്കല്ലേ? അവൻ പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി. ദേ, ഈ മുറിവ് എങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ നിമിഷം എന്റെ അപ്പച്ചി നിന്നെ വെറുക്കും. നിന്നെ ചേർത്ത് പിടിച്ച ആ കൈകൾ കൊണ്ട് തന്നെ നിന്നെ അവർ ആട്ടിയകറ്റും. കാരണം അപ്പച്ചിക്ക് മറ്റെന്തിനേക്കാളും വലുതാ അപ്പച്ചിയുടെ ഈ കണ്ണൻ. ആ നേരം നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഒരു അഹംഭാവത്തോടെ പറഞ്ഞു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു. ദേഷ്യമാണോ പരിഹാസമാണോ അതോ പുച്ഛമാണോ എന്നറിയാത്തൊരു ഭാവം. അതിനെ അവൻ സംശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവനൊന്നുകൂടി രൂക്ഷമായി നോക്കിയ ശേഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൾ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ഏട്ടാ, വാതിക്കൽ നിന്ന് രാജേശ്വരിയുടെ ശബ്ദം കേട്ടതും ഏതോ ഫയലിലേക്ക് കണ്ണു നട്ടിരുന്ന രാജശേഖരൻ മുഖമുയർത്തി നോക്കി. ഏട്ടൻ വിളിച്ചെന്ന് പറഞ്ഞ് എടുത്തി അവരകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ആ, ഓഫീസിൽ കുറച്ച് ഫയലുകൾ സൈൻ ചെയ്യാനുണ്ടായിരുന്നു, അതിനാ നിന്നെ കാണണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞുകൊണ്ട് ടേബിളിൽ അടക്കി വെച്ചിരിക്കുന്ന 2-3 ഫയലുകൾ എടുത്ത് അവളുടെ നേരെ നീട്ടി. ദാ, വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യുക. അവരയാളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ ഫയൽ കൈനീട്ടി വാങ്ങി. ഏട്ടനോട് ഞാൻ എപ്പോഴും പറയുന്നല്ലേ എന്നെ ഈ വക കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിരുന്ന്. എൻ്റെ പേരുള്ളതല്ല കണ്ണൻ്റെ ഏട്ടൻ്റെ പേരിലേക്ക് മാറ്റാന്ന് എത്ര തവണയായിട്ട് ഞാൻ പറയുന്നു. കയ്യിലിരുന്ന ഫയലുകൾ തുറന്ന ശേഷം അതൊന്ന് വായിക്കുക പോലും ചെയ്യാതെ ഓരോ പേപ്പറും സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അയാളോടായി പറഞ്ഞു. അങ്ങനെ നിന്റെ പേരിലൊന്നും എൻ്റെയോ മറ്റുള്ളവരുടെയോ പേരിലേക്കോ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ അച്ഛൻ നിനക്ക് തന്നില്ല, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാ. അവർ പറഞ്ഞു കേട്ട അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് എന്താ ആവശ്യമായിട്ടാ ഉള്ളത്? 3 നേരം വിശപ്പിനുള്ള എന്തെങ്കിലും കഴിക്കണം. മഴയും വെയിലും കൊള്ളാതെ തല ചായ്ക്കാൻ ഒരിടം വേണം. അത് മരണം വരെ ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഒരു കുടുംബമോ കുട്ടികളൊന്നും ഇല്ലാത്ത എൻ്റെ പേരിൽ ഈ വസ്തുക്കളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അത് പറയുമ്പോൾ അവരുടെ ശബ്ദമൊന്നും ഇടറിയിരുന്നു. മോളെ, അയാൾ നിസ്സായതോടെ അവരെ വിളിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, ഞാനെന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞതാ. അവർ കണ്ണിൽ പൊഴിഞ്ഞ നീർത്തുള്ളികൾ തുടച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. അയാളൊന്നും മിണ്ടാതെ കുറച്ച് സമയം അവരെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്ക് അവർ സൈൻ ചെയ്ത പേപ്പറുകൾ അയാളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ചു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഏട്ടാ? അവർ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അയാളൊന്ന് തലയാട്ടി. ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ജോലി ചെയ്യാം. ഏടത്തി കിച്ചണിലേക്ക് പോയിരിക്കുക. ഞാൻ വരാം, നീ പോയിക്കോ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. അയാൾ പറഞ്ഞതും അവരൊരു നെടുവീർപ്പോടെ തിരിഞ്ഞടന്നു. ഛേ, എന്നാലും അവളെന്താ അങ്ങനെ നോക്കിയത്? അവളുടെ ആ ഭാഗത്തിൽ ഭയമോ ദയനീയതയൊന്നും അല്ലായിരുന്നു, ഒരുതരം പരിഹാസവും പുച്ഛവുമായിരുന്നു. അപ്പച്ചിയോട് പറയുന്നു പറഞ്ഞിട്ട് പോലും അവൾക്കൊരു കൂസലും ഇല്ലായിരുന്നല്ലോ. ഈ വീട്ടിൽ അവളുടെ ഏകാശ്രയ അപ്പച്ചിയാ. അപ്പൊ പിന്നെ ഞാനങ്ങനെ പറയുമ്പോൾ അവളൊന്ന് പേടിക്കെങ്കിലും വേണ്ടല്ലേ? തനി താഴേക്ക് ഇറങ്ങിപ്പോയതും റൂമിൽ തെക്ക് വടക്ക് കിടന്നുകൊണ്ടുള്ള ദത്തന്റെ ആലോചനകളാണ് ഇതൊക്കെ. ഇടയ്ക്കിടാവൻ നെഞ്ചിൽ കൈവച്ച് തടവുന്നുമുണ്ട്. ഉഫ്, എന്തൊരു കടിയാ യക്ഷി കടിച്ച്, എന്തൊരു വേദനയാ. അതിന് നീയല്ലേ അവൾ ആദ്യം വേദനിപ്പിച്ചെന്നവന്റെ മനസ്സവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതവൻ മനഃപൂർവ്വം അവഗണിച്ചു. എന്നാലും അവൾക്ക് ഇത്രയും മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നാ? വന്നപ്പോ ഒരു പൂച്ചയെ പോലെ നിന്ന പെണ്ണാ ഇപ്പൊ ഒരു പുലിക്കുട്ടിയെ പോലെ കിടന്ന് ചീർന്ന്. അവൻ ആത്മകഥ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. അപ്പോഴാണ് ഓഫീസിൽ പോവേണ്ട കാര്യം അവൻ ഓർത്ത്. ഛേ, ഇനി ഈ നെറ്റിയും വെച്ച് എങ്ങനെ ഓഫീസിൽ ചെന്ന് കയറും? ആ വിഷ്ണു ആണെങ്കിൽ ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കുക, കളിയാക്കി കൊല്ലാൻ. പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അവൻ ഓർത്തുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഏട്ടനുള്ള ഫുഡ് എടുത്ത് വെച്ച എടുത്തി. ഡൈനിങ് റൂമിലേക്ക് വന്ന രാജേശ്വരി ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്ന ശ്രീദേവി കണ്ണൻ ചോദിച്ചു. ആ, എടുത്തു വെച്ച് രാജേൻ്റെ ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ശ്രീദേവി ചോദിച്ചു. രാജേശ്വരി മറുപടി പറഞ്ഞു. അപ്പോഴേക്ക് രാജശേഖരൻ ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഇരിക്കു രാജേട്ടാ, ശ്രീദേവി പറഞ്ഞു. അദ്ദേഹം അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. ശ്രീദേവി അദ്ദേഹത്തിന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി. ദത്തം വന്നില്ലേ?
ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. ശ്രീദേവി രാജേശ്വരി ഒന്ന് പരസ്പരം നോക്കി. ഇല്ല, ഇന്ന് ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ റെഡിയാവുമായിരിക്കും. ആ കുട്ടിയോ? ശ്രീദേവി പറഞ്ഞു. അയാളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് രാജേശ്വരിയോടായി ചോദിച്ചു. കിച്ചണിലുണ്ട്, ഇപ്പൊ വരും. അതിനും ശ്രീദേവി തന്നെയാണ് മറുപടി പറഞ്ഞത്. അപ്പോഴേക്ക് മുകളിൽ നിന്ന് ദത്തൻ ഷർട്ടിന്റെ സ്ലീവ് മുട്ടുവരെ മടക്കി വെച്ചുകൊണ്ട് പടികളിറങ്ങി വരുന്നുണ്ടായിരുന്നു. അയ്യോ എന്റെ മോനെ, നിനക്കിത് എന്ത് പറ്റിയടാ? അവനെ കണ്ടോ ശ്രീദേവി ഞെട്ടിലൂടെ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവനെ നെറ്റിലെ മുറിയിൽ പിടിച്ചു നോക്കി. അയ്യോ, ഇത് എന്ത് പറ്റിയാ മോനെ? ആറു വെപ്രാളത്തോടെ ചോദിച്ചു. അത് അവനെന്തോ പറയാൻ തുടങ്ങിയതും കയ്യിലൊരു ബോളുമായിട്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു വരുന്ന തനുവിനെ കണ്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ആളും അവനെ കണ്ടിരുന്നു. ആളും അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ദത്ത, ഞാൻ ചോദിച്ച് കേട്ടില്ലേ, ഇതെങ്ങനെയാ പറ്റിയെന്ന്? അത് അമ്മേ, ഞാൻ ബാത്റൂമിലൊന്ന് വീണു, അങ്ങനെ പറ്റിയതാ. അവൻ പതർച്ചയോടെ പറഞ്ഞു. തനുവിന്റെ ചുണ്ടിൽ വീണ്ടും ഒരു പുച്ഛച്ചിരി തെളിഞ്ഞു. വീഴിയേ? എങ്ങനെ? നീ എന്താ കൊച്ചുകുട്ടിയാണോ ദത്ത? അവൻ പറഞ്ഞു കേട്ട് രാജശേഖരൻ ഗൗരവത്തോടെ ചോദിച്ചു. പിന്നെ ബാത്റൂമിൽ ഓയിലോ മറ്റോ വീണെടുക്കായിരുന്നു അച്ഛാ, ഞാൻ കണ്ടില്ല. അവൻ തനുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കയ്യിൽ നിന്ന് ബോൾ ടേബിളിലേക്ക് വെച്ചു. അയ്യോ, എന്നിട്ട് ഒത്തിരി മുറിഞ്ഞ മോനെ? ശ്രീദേവി അവന്റെ നെറ്റിലും തലയിലൊക്കെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ലമ്മേ, ഒരു ചെറിയ മുറിവ്, അത്രയേ ഉള്ളൂ. അവൻ മറുപടി പറഞ്ഞു. അപ്പോഴേക്ക് അവന്റെ കണ്ണുകൾ തനുവിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളൊന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടില്ലേ, അഹങ്കാരി. അവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് അവൻ രാജേശ്വരിയെ ശ്രദ്ധിക്കുന്നത്. രാജശേഖരന്റെ അരികിലായിട്ടിരുന്നുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ നിമിഷം വരെ അപ്പച്ചി തന്നെ ഒന്ന് നോക്കിയോ തന്നെ നെറ്റിയിലെ മുറി കൊണ്ടിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ലെന്ന് അവൻ ഓർത്തു. അവന്റെ കണ്ണുകൾ തനുവിൽ നിന്ന് മാറി രാജേശ്വരിയുടെ നേർക്ക് സംശയത്തോടെ നീണ്ടു. അവൻ പതിയെ വന്ന് രാജേശ്വരിയുടെ എതിർവശത്തായിരുന്നു. തനു അവന്റെ മുമ്പിലേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. അവനവളെ നിന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ആ പ്ലേറ്റ് എടുത്ത് മാറ്റിയ ശേഷം മറ്റൊരു പ്ലേറ്റ് എടുത്ത് വെച്ചു. ആളവനെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടിയ ശേഷം അപ്പച്ചിയെ നോക്കിയതും അവരവളെ തന്നെ അരികിലേക്ക് പിടിച്ചിരുത്തി. ശേഷം അവർ തന്നെ ആൾക്ക് മുമ്പിലേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് ഭക്ഷണം വിളമ്പി. ഇവിടെ ആവശ്യമുള്ളവർ എടുത്തിടിക്കുക ചെയ്യേണ്ടത്, ആരും വിളമ്പിയൊന്നും കൊടുക്കേണ്ട, അതുകൊണ്ട് മോള് കഴിക്ക്. അവർ പറഞ്ഞു. അവൾ മറ്റാരെയും നോക്കാതെ തന്നെ മുമ്പിലേക്ക് വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്നാൽ രാജേശ്വരിയുടെ വാക്കിൽ കേട്ട മറ്റുള്ളവർ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. കാരണം ഇന്നുവരെ ദത്തിന് വിളമ്പി കൊടുക്കുകയും അവന് ഊട്ടുകയും ചെയ്യുന്ന രാജേശ്വരിയായിരുന്നു. ദത്തന്റെ കണ്ണുകൾ കൂർത്തു. മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ രാജേശ്വരിയെയും തനുവിനെയും മാറി മാറി നോക്കി. നീ ഇത് എന്ത് നോക്കിയിരിക്കാൻ ദത്ത, എടുത്ത് കഴിക്ക്. അവന്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ശ്രീദേവി പറഞ്ഞുവെങ്കിലും ദത്തന്റെ കണ്ണുകൾ രാജേശ്വരിയിലും തനുവിലുമായി തറഞ്ഞു നിൽക്കുകയായിരുന്നു. തന്നെയൊന്നും നോക്കുപോലും ചെയ്യാതെ തനുവിന് വിളമ്പി കൊടുക്കുകയും അവൾ ഊട്ടുകയും അവളോട് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാജേശ്വരിയെ കാണും തോറും കൊച്ചുകുട്ടിയോടെന്ന പോലെ അവന്റെ മുഖം വീർത്തു. ചെറുതായ ഈറനായ കണ്ണുകൾ അവൻ ആരും കാണാതെ മറച്ചു പിടിച്ചുകൊണ്ട് മുഖം കുനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴും അവരുടെ ഈ അവഗണന എന്തുകൊണ്ടായിരിക്കുമെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് സത്യം. MD ഇൻഡസ്ട്രീസിന്റെ വലിയ ബിൽഡിങ്ങിന് മുമ്പിൽ ദത്തന്റെ കാർ ഒരു ഇരുമ്പലോടെ വന്നു നിന്നു. സെക്യൂരിറ്റി വന്ന് ഡോർ തുറന്നെടുത്തും അവൻ കീയായോടെ നേരെ എറിഞ്ഞുകൊണ്ട് വേഗത്തിലകത്തേക്ക് കയറിപ്പോയി. ബ്ലാക്ക് സ്യൂട്ടിൽ നല്ല സൂപ്പർ ലുക്കിൽ നടന്ന് കയറിപ്പോകുന്ന തങ്ങളുടെ MDയെ തരുണീമണികളായ ലേഡി സ്റ്റാഫുകൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്നാൽ പതിവിലും കൂടുതൽ ഗൗരവം നിറഞ്ഞിരുന്ന അവന്റെ മുഖം കണ്ടതും നോക്കിയതുപോലെ തന്നെ അവർ മുഖം കുനിച്ചിരുന്നുകൊണ്ട് തങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടു. വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം കേട്ടതും ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന വിഷ്ണു മുഖമുയർത്തി നോക്കി. തന്റെ മുന്നിൽ അതീവ ദേഷ്യത്തോടെ നിൽക്കുന്ന ദത്തനെ കണ്ടതും വിഷ്ണുവിനെ നെറ്റി വിളിഞ്ഞു. നിനക്കിതെന്തു പറ്റി? അവൻ സംശയത്തോടെ ചോദിച്ചു. ദത്തൻ അബദ്ധം പറ്റിയ പോലെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് നാവ് അടിച്ചു. തനുവായിട്ടുള്ള പ്രശ്നവും പെട്ടെന്നുള്ള അപ്പച്ചിയുടെ അവഗണനയെല്ലാം കൂടി മനസ്സിൽ കിടന്നുകൊണ്ട് തന്നെ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ഇങ്ങോട്ട് കയറി വന്ന്. അതുകൊണ്ടാണ് തന്റെ ക്യാബിനിലേക്ക് പോകാൻ നേരെ വിഷ്ണുവിന്റെ ക്യാബിനിലേക്ക് കയറി വന്ന്. പക്ഷെ അതിപ്പോൾ അബദ്ധമായി. ഇനി ഇവനോട് എന്തു പറയും മഹാദേവ? അവൻ ആത്മകഥം പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. അത് പിന്നെ ഞാൻ അവനെന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് വിഷ്ണു അവന്റെ നെറ്റിയിലെ ബാൻഡേജ് കൊണ്ടുള്ള കെട്ട് കണ്ടത്. നിന്റെ നെറ്റിയിൽ എന്താ പറ്റിയേ? അവൻ ഞെട്ടലോടെ ദത്തന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു. അവന്റെ മുഖമാകെ വിളറി വെളുത്തു. അത് പിന്നെ അവൻ എന്തു പറയണമെന്നറിയാൻ നിന്ന് വിക്കി. നിന്ന് ബബ്ബ പഠിക്കാൻ കാര്യം പറയണ പുല്ലേ. വിഷ്ണുവിന്റെ മനസ്സറിയെ തങ്ങളുടെ ബിസിനസ് ശത്രുക്കൾ ആരെങ്കിലും അവനെ ആക്രമിച്ചോ എന്നതായിരുന്നു. എടാ, അത് ഞാനൊന്ന് ബാത്റൂമിൽ സ്ലിപ്പായി, അങ്ങനെ പറ്റിയതാ. അവൻ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന കോട്ടൂരി സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം ക്യാബിന്റെ ഒരു ഭാഗത്തായി സെറ്റ് ചെയ്തിരുന്ന സോഫയിലേക്ക് പോയി തലയിൽ കൈ താങ്ങിയിരുന്നു. ബാത്റൂമിൽ സ്ലിപ്പായെന്നോ? എങ്ങനെ? ദത്തൻ പറഞ്ഞു കേട്ട് വിഷ്ണു കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു. ഇനി എങ്ങനെ സ്ലിപ്പായി എന്നുകൂടി അറിഞ്ഞാലേ പറ്റുള്ളൂ നിനക്ക്? അവന്റെ ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ദത്തൻ അവന് നേരെ അലറി. അതിന് നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ കാര്യം ചോദിച്ചല്ലേ ഉള്ളൂ.
പെട്ടെന്നുള്ള അവന്റെ ദേഷ്യം എന്തിനെന്നറിയാതെ വിഷ്ണു നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല. അവൻ അഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. വിഷ്ണുവിന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ സംശയങ്ങൾ കടന്നുപോയി. അവൻ ദത്തനെ ഒന്ന് നോക്കിയ ശേഷം തന്റെ സീറ്റിലേക്ക് പോയിരുന്നു. കണ്ണുകൾ അടച്ചിരിക്കുന്ന ദത്തനോട് ഒരു നിമിഷം എന്തെങ്കിലും ചോദിക്കാൻ വിഷ്ണുവിന് തോന്നിയില്ല. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെയറിന്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. ദത്തനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം ദത്തൻ പതിയെ കണ്ണുകൾ തുറന്നു. തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവനൊന്ന് പതറി. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവന്റെ നോട്ടം കണ്ട ദത്തൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. വിഷ്ണു അവനെ നോക്കിയ ശേഷം ചെയറിൽ നിന്നേറ്റ് ടേബിളിൽ ചാരി നിന്നു. ഇനി പറ, എന്താ നിന്റെ പ്രോബ്ലം? എങ്ങനെയാ നിന്റെ നെറ്റി പൊട്ടിയത്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.